ഹലോ ഹായ് ഫ്രണ്ട്സ്, ചായ കുടിച്ചോ എല്ലാവരും? ഞാനിന്ന് പറയാൻ പോകുന്നത് പനിക്കൂർക്കയിലയാണ്. പനിക്കൂർക്കയില നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. പനിക്കൂർക്കയില നമ്മൾ ചുമയ്ക്ക് ഒക്കെ കഫക്കെട്ടിനൊക്കെ നമ്മളത് അതിൻ്റെ ഇല വാട്ടി നീര് പിഴിഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുക്കാറുണ്ട്. അത് ചുമയും കഫക്കെട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ മാറാൻ അത് ഉപയോഗിക്കും. പിന്നെ ആ പനിക്കൂർക്കയില മിക്സും എല്ലാം കൂടെ ചേർത്തിട്ട് ആവി പിടിക്കാറുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് ആവി പിടിക്കത്തില്ല, ആ മേൽഭാഗം കെട്ടിയിട്ട് പൊതിഞ്ഞിട്ട് ആവി പിടിക്കാറുണ്ട്. പനിക്കും ജലദോഷത്തിനൊക്കെ അത് നല്ലതാണ്. പിന്നെ പനിക്കൂർക്കയില വീട്ടിൽ വെച്ച് വളർത്തുന്നതും നല്ലതാണ്. അത് പനിക്കൂർക്കയില വീട്ടിൽ വളരുന്നതല്ല, ഐശ്വര്യം വരുമെന്നാക്കി പറയാം, പണം കൂടുതൽ അങ്ങനെ പറയാറ്. എനിക്കും അതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. പിന്നെ അത് പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ ഈ കടലമാവ് പിന്നെ മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി ഉപ്പുമൊക്കെ ഇട്ട് കലക്കിയിട്ട് നമ്മൾ ദോശ പരുവാക്കി കുഴച്ചിട്ട് ഈ പനിക്കൂർക്കയുടെ ഇല ഓരോന്ന് മുക്കി എണ്ണയിലിട്ട് വറുത്ത് തിന്നാൻ നല്ലതാണ്. വൈകിട്ട് സ്നാക്സായിട്ട് ഉപയോഗിക്കാം. ഇനി സോസൊക്കെ കൂട്ടി കഴിക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.